വിട്ടതാണ്. ഒന്നുകിൽ പടച്ചവരെ അവിടത്തെ റൂഹ് പിടിക്കാൻ എന്നെ പറഞ്ഞു വിട്ടതാണ്. അങ്ങ് അനുവാദം തന്നാൽ അങ്ങയുടെ റൂഹ് പിടിക്കാൻ, ഇല്ലെങ്കിൽ അങ്ങയെ കണ്ടിട്ട് തിരിച്ചു പോകാൻ അല്ലാഹു പറഞ്ഞിരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ അനുവാദം കൊടുക്കുകയാണ്. ജിബ്രീലിനെ ഒന്ന് കാണണമെന്ന് തോന്നി, ജിബ്രീലിനെ ഒന്ന് കാണണമെന്ന് തോന്നി. അതാ വരുന്ന മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ നിന്ന് കടന്നു വന്നപ്പോ അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, ജിബ്രീലേ, എന്തേ എന്നെ കാണാൻ വരാത്തത്? യാ റസൂലല്ലാഹ്, അങ്ങയുടെ ഈ കിടത്തം കാണാനുള്ള കഴിവില്ലാത്തത് കൊണ്ടാ. എന്റെ പ്രിയമുള്ളവരെ, അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് അനുവാദം കൊടുത്തു. അസ്റായിൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, റസൂലുള്ളാഹി തങ്ങളുടെ കാലിൽ നിന്ന് റൂഹ് പിടിക്കാൻ തുടങ്ങുകയാണ്. അവിടെ നിന്ന് റൂഹ് പിടിക്കാൻ തുടങ്ങുകയാണ്. പ്രവാചകന് കിടന്ന് പിടയുകയാ, അല്ലാഹുവിന്റെ റസൂല് കിടന്ന് പിടയുകയാണ്. പടച്ചവരെ, മുത്തുനബി അവിടെ നിന്ന് ചോദിക്കുന്നു, അസ്റായീൽ ഒന്ന് പതുക്കെ പിടിക്കുവോ? അസ്റായീൽ വല്ലാതെ വേദനിക്കുന്നു. അസ്റായീൽ ഇത് പറയുന്നത് ആരെന്നറിയോ? ഈ ലോകം തന്നെ സൃഷ്ടിക്കാ കാരണക്കാരനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറയുന്നത്. അസ്റായിലെ വേദനിക്കുന്നു, ഒന്ന് പതുക്കെ പിടിക്കുവോ? മലക്കുൽ മൗത്ത് കരയുന്നു, നബിയേ, ഇതിനെക്കാളും മയമായി റൂഹ് പിടിക്കാൻ, ഇതിനെക്കാളും മയമായി റൂഹ് പിടിക്കാൻ എനിക്കറിയില്ല നബിയേ. പടച്ചവരെ, റൂഹ് പിടിക്കുകയാണ്. റസൂലുള്ള എഴുന്നേക്കുന്നുണ്ട്, തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നുണ്ട്. പ്രവാചകനതാ കിടന്നു വല്ലാത്ത പ്രയാസത്തിലാ. പാത്രത്തിന്റെ അകത്ത് കൈയിട്ടിട്ട് വെള്ളം കോരിയിട്ട് പ്രവാചകൻ മുഖത്തെ കൊഴിക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുന്നുണ്ട്, ആയിഷ, ഇന്നലിൽ മൗതി ലസക്കറാ, മരണത്തിന് വല്ലാത്ത വേദനയാ, മരണത്തിന് വല്ലാത്ത വേദനയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് മരണവേദനയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ. ഞാനും നിങ്ങളും ചിന്തിക്കുന്നുണ്ടോ, ഒരു ദിവസം ഞാനും നിങ്ങളും മരിക്കേണ്ടവരാണെന്നുള്ള ഓർമ്മയുണ്ടോ? ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ ഞാനും നിങ്ങളും എന്തൊക്കെ പേക്കൂത്തുകൾ കാണിച്ചുകൊണ്ട് നടക്കുന്നവരാണ്. നമസ്കരിക്കാൻ സമയത്തിന് വിളിച്ചാ പോകില്ലല്ലോ, നമസ്കരിക്കാറ്